പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അതെ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അതേ പ്രിയരെ, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നാണ് എബേസിന്റെ പ്രാർത്ഥനയിലൂടെ സർവശക്തനായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല. ഹൃദയസ്പർശിയായ ദൈവത്തോടുള്ള പ്രാർത്ഥനകളുടെ നടുവിൽ എബേസ് എന്ത് പ്രാർത്ഥിച്ചുവോ ആമേ തന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് അതിരുകളെ വിസ്താരമാക്കി അനർത്ഥങ്ങളെ മാറ്റി സർവശക്തനായ ദൈവത്തിന്റെ കരുതലുകളും സ്നേഹവും ഒക്കെ ആമേൻ സ്തോത്രം സർവശക്തനായ ദൈവം എബേസിന്റെ ജീവിതത്തിൽ നൽകിയെങ്കിൽ അതേ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മോട് കർത്താവ് സംസാരിക്കുകയാണ്. ആമേ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മാറ്റമില്ലാതെ മറുപടികളെ നൽകി നമ്മുടെ മുഖത്തെ സർവശക്തനായ ദൈവം മാനിക്കും. ഉപവസിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് കൈവിടുകയില്ല. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് അതിനെക്കുറിച്ച് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്ന്. അങ്ങനെയെങ്കിൽ എസ്രായുടെ പ്രാർത്ഥന എന്തായിരുന്നു? തങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭയാത്ര, ആമേൻ, തങ്ങളുടെ ആമേൻ ആമേൻ സ്തോത്രം, ആ പ്രാർത്ഥനകൾക്ക് നടുവിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി, ഉപവസിച്ചവർക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്ന് ആമേൻ വലിയ അനുഗ്രഹമായ യാത്രകളെ, ശുഭയാത്രകളെ ഒരുക്കി നൽകിയെങ്കിൽ അതേ പ്രിയരെ, നിങ്ങളുടെ ആമേൻ ഏത് വിഷയമായിക്കൊള്ളട്ടെ അതിന്റെ നടുവിൽ കർത്താവ് പറയുക, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആമേൻ പ്രാർത്ഥനയോടുകൂടി ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ, ഉപവാസത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ അതേ കർത്താവ് നിശ്ചയമായി ആ ആമേൻ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടികളെ നൽകി ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കും. ആമേൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. പിന്നെയും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നവരെ പോലെ അതേ പ്രാർത്ഥനകൾക്ക് ആമേൻ ആമേൻ ആക്കം കൂട്ടിക്കൊണ്ട്, ശക്തി കൂട്ടിക്കൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തോട് അടുത്ത് ചേർന്ന് നിൽക്കുക. ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്യും. ഹൃദയ ആത്മാർത്ഥതയോടെ ഹൃദയസ്പർശനമായ നിലയിൽ പ്രാർത്ഥിച്ച എബേസിന് വേണ്ടി, എസ്രായിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചതുപോലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ച് മുൻപോട്ട് പോകുക, കൂടുതൽ പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ ആ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.